ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു കരിക്ക് പുഡിംഗ് ഉണ്ടാക്കാം. 1 കപ്പ് കരിക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക. ഒരു 1.5 കപ്പ് കരിക്കിൻ്റെ വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കരിക്കിൻ വെള്ളം എടുക്കുമ്പോൾ അരിച്ച് ഒഴിക്കുക കേട്ടോ. അരിച്ച് വെച്ചാണ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 2.5 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അരിഞ്ഞ് വരണം കേട്ടോ. പക്ഷേ കരിക്കിൻ്റെ വെള്ളത്തിൻ്റെ മധുരം നോക്കിയിട്ട് പഞ്ചസാര ഇട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ അല്പം മധുരമുണ്ട്, കരിക്കിൻ്റെ വെള്ളത്തിൽ മധുരമുണ്ട്, അതനുസരിച്ച് ഞാൻ പഞ്ചസാര ഇട്ടാണ് കേട്ടോ. 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചൈന ഗ്രാസിൻ്റെ പൗഡറാണ് എടുത്തത്. അത് 2 ടീസ്പൂൺ കേട്ടോ. ചൈന ഗ്രാസിൻ്റെ സ്റ്റിക്ക് എടുക്കണമെങ്കിൽ നിങ്ങളത് ഒരു 7 ഗ്രാം എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്താൻ വയ്ക്കുക. അതിൽ തിളപ്പിക്കുക. എന്നിട്ട് ആ വെള്ളം അരിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ പൗഡർ ആയതുകൊണ്ട് ഞാൻ നേരിട്ടതിലേക്ക് ഇടാണ്. നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമുക്കൊരു പാത്രത്തിൽ ചൂടാറാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് ചൂടാകും. അത് ആറിയതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. ഒരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 4 കപ്പ് പാലൊഴിക്കുക. പശുമ്പാലോ നാളികേരപ്പാൽ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ പശുമ്പാൽ എടുത്തിരിക്കണേ. 4 കപ്പ് എന്ന് വെച്ചാൽ 1 ലിറ്റർ പാല് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കരിക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക, പേസ്റ്റ് പോലെ. അതാണ് ഇട്ടത്. ഇതിലേക്ക് പാലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ഉണ്ടാവും കേട്ടോ. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പാല് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് നമുക്ക് ഞാനിപ്പോൾ 2 പകുതി ചേർക്കണേ. കണ്ടൻസ് മിൽക്ക് ഒരു 1/4 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കണേ. പകുതി. നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര മാത്രം ചേർക്കുക, മധുരത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് മാത്രം ചേർക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിരിക്കണേ. നന്നായിട്ട് മിക്സ് ആവുന്നത്. നമ്മുടെ പാല് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് 4 ടീസ്പൂണ് അഗ്രഗറിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായി തിളച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ. ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതുപോലെ നമ്മൾ തിക്കായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇത് തണുത്ത് കിട്ടണം കേട്ടോ. റൂം ടെമ്പറേച്ചറിൽ ഇന്ന് തണുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തിക്കായി വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യും. ഫ്രിഡ്ജിൽ നമ്മൾ കട്ടയാവാൻ സെറ്റാവാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറുതായി കട്ട് ചെയ്യാം. നമുക്ക് സൈഡിൽ നിന്ന് വീജ് കൊടുക്കാം. അധികം വലിയ പീസാക്കാം, ചെറിയ പീസാക്കി എടുക്കുക കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രം എടുക്കുക. ഏത് പാത്രം നമുക്ക് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ പാത്രം എടുക്കുക. ഒരു 3/4 പാത്രം അതിലോട്ട് ഇട്ട് കൊടുക്കുക. 3/4 ഭാഗം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടാറിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയിരിക്കണ ആ പീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുകളിലൊക്കെ ഇത് ശരിക്കും 3 മണിക്കൂർ മതി സെറ്റായി കിട്ടാൻ. പക്ഷേ നമുക്ക് അത് എടുക്കുമ്പോൾ പിന്നെ പൊട്ടിപ്പോവും. അപ്പോൾ നമുക്കൊരു ഓവർനൈറ്റ് വയ്ക്കാം കേട്ടോ അതിൽ. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചത് എടുക്കാം. നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതൊക്കെ സൈഡൊന്ന് പിടിച്ചു കൊടുത്താൽ മതി, തന്നെ വിട്ട് പോരും. നമുക്ക് ഏത് ഷേപ്പിലാണെങ്കിലും മുറിക്കാം കേട്ടോ. അപ്പോൾ കരിക്ക് പുഡിങ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.